പശുവുമായിട്ട് ഓടിപ്പോയോ? കയറില്ലാതെ ഒരു പശു വിരണ്ടു വന്നു. എന്നാ കയറ് പൊട്ടിച്ചതായിരിക്കും. എങ്ങോട്ടാ പോയത്? ദാ നിൽക്കുന്നു. കളിയാക്കുന്നു. ചക്കെന്ന് പറഞ്ഞ തുക്കം. ഇങ്ങോട്ട് വാപങ്ങളെ. എന്നെ ആങ്ങളെ, ഇപ്പോഴാ നിങ്ങളുടെ പശു കയറും പെട്ടിച്ചോണ്ട് ഇതിലെ ഓടിപ്പോയത്, അറിയാമോ? അയ്യോ, ഒന്ന് പിടിച്ചു തരാമോ? പുണ്യം കിട്ടും. എനിക്ക് ഓടി ഓടി വയ്യ. എടാ പശുവേ, ഞാനിതാ വരുന്നു. മര്യാദയ്ക്ക് അവിടെ നിൽക്ക്. പെങ്ങളെ വടിങ്ങിതാ. പശു നിൽക്കടാ അവിടെ. എടാ മഞ്ഞമണി, എടാ നിൽക്കടാ അവിടെ. അയ്യോ അയ്യോ. അയ്യോ അപ്പ, ഇതാ നിങ്ങളുടെ പശു. കുത്തുവന്നിട്ട് ചെയ്തോ? അല്ല, ആണുങ്ങളെ കണ്ടാൽ കുത്തുന്ന സൈസ് ആണോ ഇത്? ഇല്ല ചേട്ടാ, പഞ്ചപാവമാ. പക്ഷെ ഒരിടങ്ങളുണ്ടായ പിന്നെ ഇങ്ങനെ ഒരേ ഓട്ടമാ. പ്രായം അതല്ലയോ, അതുകൊണ്ടാ. നല്ല കൊഴുത്ത് തടിച്ച പശു. പെറ്റതാന്നോ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഈ സൈസ് പശുക്കളെ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റൂല. ആള് മോശമല്ലല്ലോ. എടി കണ്ണമ്മ, മോള് നേരെ വീട്ടിലേക്ക് വെക്കോ കേട്ടോ. വേഗം പോ. ചേട്ടൻ എവിടുന്ന് വരുന്നു? ഞാനല്പം തെക്കുന്ന് വരിക. പേരെന്താ? ലീനാമ്മ. ചേട്ടന്റെ പേര്? പൗലൂസ്. ലീനാമ്മയുടെ വീടെവിടെയാ? ഇവിടെ അടുത്താ, പണിക്കരയത്ത്. പണിക്കരയത്ത് റപ്പേൽ? എന്റെ അപ്പനാ. അപ്പൻ എന്താ ജോലി? തോട്ടത്തിൽ കൂലിപ്പണിയാ. അപ്പനുണ്ടോ വീട്ടില്? എനിക്കൊന്ന് കാണണം. വേണ്ട ചേട്ടാ, അപ്പനെ കാണണ്ട. അപ്പൻ എപ്പോഴും കുടിയാ. ഒരു ലക്കുമില്ലാതെ വരുന്നവരെയൊക്കെ ചീത്ത പറയും. ഓഹോ, അത്ര വലിയ കുടിയനാണ്? നല്ല സ്വഭാവമായിരുന്നു അപ്പന്. ആ പണം പോയതിനു ശേഷമാ അപ്പൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്. ഞാനും അമ്മച്ചി എന്തോ പറഞ്ഞാലും ഞങ്ങളെ തല്ലും. കരയാതിരിക്കൂ ലീനാമ്മേ. മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചേട്ടൻ എന്തിനാ അപ്പനെ കാണാൻ വരുന്നത്? അതൊക്കെ ഒരു രഹസ്യമാ. ലീനാമ്മയ്ക്ക് കല്യാണമായോ? കല്യാണ ചെലവിന് വസ്തു വിറ്റുവെച്ചിരുന്ന പണമായിരുന്നു ചേട്ടാ അത്. ആരോ ദ്രോഹികളത് കൊണ്ടുപോയി. അതോടെ എന്റെ കല്യാണവും നിന്നുപോയി. അത് പോയെങ്കിൽ പോട്ടെ, വേറൊരു കല്യാണം ആകാമല്ലോ. ഇനി എന്നെ കെട്ടാൻ ആരെങ്കിലും വരുമോ ചേട്ടാ? ഞാനൊരു എരണദോഷിയാണെന്നാണ് അപ്പം പറയുന്നത്. ലീനാമ്മയെ പോലുള്ള സുന്ദരി പെണ്ണുങ്ങളെ വെളിയിൽ കണ്ടാൽ ആണുങ്ങൾ റാഞ്ചി എടുത്തോണ്ട് പോവില്ലേ? ചേട്ടന്റെ കെട്ടിയവളും പിള്ളേരും ഒക്കെ എവിടെയാ? ഞാനും ലീനാമ്മയെ പോലെ കല്യാണത്തിന്റെ നടവരമ്പിലൂടെ അങ്ങനെ നടന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് കുറുക്കുവഴി. എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് ലീനോട് എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാണ് മടിക്കുന്നത്? പറയണം. ലീന വരൂ, നമുക്കത് അവിടെ ഇരിക്കാം. ഇരിക്കൂ.
എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരുന്നില്ല. ചേട്ടൻ എന്നതാ പറയാൻ വന്നത്? കാട്ടിൽ വെച്ച് ശകുന്തളയെ കണ്ടു മോഹിച്ച ദുഷ്യന്തനെ പോലെയാണ് ഞാൻ. ആരാ ചേട്ടാ ആ ശകുന്തള ചേട്ടത്തി? ക്രിസ്ത്യാനിയാന്നോ? ഒരാശ്രമകന്യ, ലീനയെ പോലെ മനം മയക്കുന്ന ഒരു മാലാഖ. ശകുന്തള ചേട്ടത്തിയെ ദുഷ്യന്തനൻ ചായൻ എന്നാ ചെയ്തു? ദുഷ്യന്തൻ കാട്ടിൽ വേട്ടയ്ക്ക് വന്നു, ശകുന്തളയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, രണ്ടുപേരും സ്നേഹിച്ചു. അവിടെ അപ്പൻ മൂക്കുമുട്ട കുടിച്ചേച്ചു വന്ന് ദുഷ്യന്തനൻ ചായനെ പൊതിരെ തല്ലി കാണൂലേ? ഇല്ല, വിവരമറിഞ്ഞ കണ്ണു മഹർഷി അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. ലീനയാണ് ആ ശകുന്തള. വരാനാ പറഞ്ഞത്? ഞാൻ ചുമ്മാ ഇതിലെ പോയതാണ്. അപ്പോൾ ലീനാമ്മ ഓടി, പശു ഓടി, ഞാനും ഓടി, എല്ലാരും ഓടി ഓടി നമ്മളെല്ലാരും പെണ്ണിനെ കയറി പിടിക്കാൻ വന്നിരിക്കുന്നു. വീണ്ട ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ നിന്റെ കുടയെടുക്കും ഞാൻ. തിരിച്ചു നോക്കരുത്. ലീനാമ്മേ, നിൽക്കൂ ലീനാമ്മേ. ലീനാമ്മേ, ഈ കാര്യം അപ്പനോട് പറയരുത് ചേട്ടാ. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരോടെങ്കിലും ഞാൻ പറയൂ. ആട്ടെ, ആരാണത്? ഇനി ആ കാര്യം ചോദിക്കല്ലേ, ഒരബദ്ധം പറ്റിപ്പോയതാ. നീ പേടിക്കണ്ട. ഇനി ആ തെമ്മാടി ഈ കാറ്റുവാക്കിന് പോലും നടക്കത്തില്ല. ഞാൻ പോട്ടെ ചേട്ടാ. ഇവിടെ നടന്ന സംഭവം ഒന്നും ഞാൻ റപ്പേലിയത്തോട് പറയത്തില്ല കേട്ടോ. ചേട്ടന് ദൈവം നമ്പരാൻ അനുഗ്രഹിക്കും. ഞാൻ ആ പശുവിനൊന്ന് പിടിച്ചു കേട്ടിട്ടില്ല. എന്തിനെ കേട്ടാലും ഞാനിവിടെ ഇല്ലേ. ഞാൻ പോട്ടെ ചേട്ടാ. നീനാമേ, അതെ, ഞാൻ തന്നെ. കല്യാണമാകത്ത പെണ്ണെ തൊടാൻ നിനക്ക് എന്ത് അവകാശം? ജീവൻ വേണമെങ്കിൽ പോയിക്കോ. അയ്യോ മതി ചേട്ടാ, പാവം ചത്തുപോകും. അവൻ മഹാർ അവിടെയാണ് ചേട്ടാ. ഞാൻ കാരണം എന്റെ ചേട്ടൻ തല്ലുകൊള്ളേണ്ടി വന്നില്ല. സാരമില്ല, ഈ അടി കാരണം നമ്മുടെ പ്രേമത്തിന്റെ അസ്ഥിവാരം, അതായത് ഫൗണ്ടേഷൻ ഒന്ന് ഉറച്ചു. അയ്യോ, എന്റെ കൂട്ടുകാരൻ ലളിത. ഞാൻ പോയിട്ട് വരാം. ചേട്ടൻ എവിടെയും പോവരുതേ. ഇങ്ങ് വാ, ഇങ്ങ് വാ. ആരാടി ആ പൂവാലൻ? അമ്പേ, ഇവളുടെ ഒരു കണ്ണം. ആണുങ്ങൾ എവിടെയുണ്ടോ അവരുടെ മുഖത്താ. നീ മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് നല്ലൊരു സുന്ദരക്കുട്ടിനെ വളച്ചെടുത്തില്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങൊരു പശുവിനെ മേടിക്കാൻ വന്നതാ. പിന്നെ നീ ഇത് വീട്ടിൽ പറയല്ലേ. ചെവി അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഈ ആണുങ്ങളെ കളിപ്പിച്ചേറ്റ് പോകാതെ സൂക്ഷിച്ചോണം. നല്ല തങ്കം പിടിച്ച മനുഷ്യനാ. ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പം ആ പാവം മനസ്സങ്ങ് നൊന്തുപോയി. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നീ പോടി, എന്നെ തൊട്ടതുപോലുമില്ല. പിന്നെ കന്നി പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊട്ടാ മതിയെന്നാ പറയുന്നത്, കുഴപ്പമുണ്ടാകാൻ. അയ്യോ, അങ്ങനെയൊന്നോ? എന്നെ ആ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. എന്റെ ഒടേ തമ്പുരാനെ, ഇനി വല്ലതും. അമ്പടി കള്ളി പോട്ടെ, സാരമില്ല. ഇനി സൂക്ഷിച്ചാ മതി. കിട്ടിയ ആളിനെ വിടരുത് കേട്ടോ. പോ പോ.